അഞ്ചലിൽ ഇരട്ടക്കുട്ടികളെയും യുവതിയെയും കൊലപ്പെടുത്തിയ കേസിൽ 18 വർഷത്തിന് ശേഷം പ്രതികൾ പിടിയിലായി. CBI ആണ് പ്രതികളെ പിടികൂടിയത്. മുൻ സൈനികരാണ് പ്രതികൾ. ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, മകനെ 2 പതിറ്റാണ്ടിനടുപ്പിച്ച് മുൻപ് നാടിനെ നടുക്കിയ ഒരു അരുങ്കൊല, അതിൽ അമ്മയും 2 കുഞ്ഞുങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങളുമാണ് കൊല്ലപ്പെടുന്നത്. അതിലെ പ്രതികളെയാണ് 18 വർഷത്തിന് ശേഷം CBIക്ക് പിടികൂടാൻ കഴിഞ്ഞത്. എവിടെ നിന്നാണ് അവരെ പിടികൂടിയത്? ഇപ്പോൾ അവരെ എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്? പ്രജീഷ്, അങ്ങനെ 18 വർഷം മുമ്പ് നടന്ന ആ കൊലപാതകത്തിലെ പ്രധാനപ്പെട്ട 2 പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. അഞ്ചൽ അയലമൺ സ്വദേശി ദിവിൽ കുമാർ, കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശി രാജേഷ് എന്നിവരാണ് CBI ചെന്നൈ യൂണിറ്റിൻ്റെ പിടിയിലായത്. ഇപ്പോൾ പ്രതികളെ CJM കോടതിയിൽ എത്തിച്ചു. അവരെ റിമാൻഡ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഈ മാസം 18 വരെ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഉടൻ തന്നെ CBI കസ്റ്റഡി ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും. അതിനുശേഷം ഈ അഞ്ചലിലെത്തിച്ച് പ്രതികളെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. നേരത്തെ ഈ പ്രതികളെ പിടികൂടി എങ്കിൽ പോലും കുറ്റപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CBI സമർപ്പിച്ചിരുന്നതാണ്. ഈ കേസിന് ആസ്പദമായ സംഭവം 2006 ഫെബ്രുവരി മാസം 10-നാണ്. ഈ 2006 ഫെബ്രുവരി മാസം 10-ന് നടന്ന ഈ കേസിൽ ഈ അഞ്ചൽ സ്വദേശിയായിട്ടുള്ള ഈ രഞ്ജിനിയെയും അതോടൊപ്പം തന്നെ 17 ദിവസം മാത്രം പ്രായമുള്ള 2 പെൺകുട്ടികളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസാണ്. ഇതിലെ പ്രധാന പ്രതികളാണ് ദിവിലും അതോടൊപ്പം തന്നെ രാജേഷും. ഇതാദ്യം ലോക്കൽ പോലീസ്, അഞ്ചൽ പോലീസ് അന്വേഷിച്ചു. അതിനുശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഇവർ 2 പേരുമാണ് പ്രതികളെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഈ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും കേസ് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം അങ്ങനെയാണ് ഈ കേസ് CBIക്ക് കൈമാറുന്നത്. CBI ഈ കേസ് ഏറ്റെടുക്കുന്നത് 2010-ലാണ്. ഈ 2010-ൽ CBI കേസ് ഏറ്റെടുത്ത ശേഷം ഇവർക്കായിട്ട് ഈ പ്രതികൾക്കായിട്ട് ലുക്കൗട്ട് നോട്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. ആദ്യം ഈ പ്രതികളെ കണ്ടെത്തുന്നവർക്ക് 20,000 രൂപ ഇനാം പ്രഖ്യാപിച്ചു. അതിനുശേഷം 2 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചു. പക്ഷേ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതികൾ ഈ പറയുന്ന രീതിയിൽ 2 സൈനികരാണ്. ഇവർ പത്താൻകോട്ട് റെജിമെന്റിൽ ജോലി ചെയ്യുന്നവരാണ്. ഈ സംഭവത്തിന്റെ വലിയ ആശങ്ക നാട്ടിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. കാരണം ഈ അന്വേഷണം വഴിമുട്ടിപ്പോയി, ഇനി അന്വേഷണം നിലയ്ക്കുമോ എന്നുള്ളതാണ്. കുറ്റപത്രമടക്കം നൽകിയതാണ്. പക്ഷേ പ്രതികൾ ഇവിടെ എന്ന പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ CBIക്ക് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? നമ്മൾ 2 ആഴ്ച അടുത്തിടെയാണ് നമ്മൾ മാതൃഭൂമി ന്യൂസ് ഈ പ്രധാനപ്പെട്ട കേസുകളിലെ കുറ്റവാളികളെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ കേസുകൾ സംബന്ധിച്ച് ക്യാമ്പയിനുകൾ നൽകിയത്. അപ്പോൾ പറഞ്ഞിരുന്നു ഗൗരവമേറിയ വിഷയം, അതിൽ ഏത് വഴിയൊക്കെ തന്നെ പോലീസും ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന്. പിടിവള്ളിയായത് CBIക്ക് അങ്ങനെയെങ്കിൽ ഈ കേസിൽ എങ്ങനെയാണ്? പ്രജീഷ, ഈ മാസം ഒക്ടോബർ 15-നാണ് മാതൃഭൂമി ന്യൂസ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത നൽകുന്നത്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് CBI ഇവരെക്കുറിച്ച് വീണ്ടും അന്വേഷണം തുടങ്ങുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ 2 പേരും പോണ്ടിച്ചേരിയിലുണ്ട് എന്ന് CBIക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് പോണ്ടിച്ചേരി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഇവരിലേക്ക് എത്തുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവരെ ഈ CBI പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഇവർ രാജേഷ് ആണെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ദിവിലാണെന്നോ സമ്മതിച്ചിരുന്നില്ല. ഇവർ ഈ 18 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്തി മറ്റൊരു പേരിൽ താമസിക്കുകയായിരുന്നു. മറ്റൊരു പേരിൽ ആധാർ കാർഡ് എടുത്തു. ദിവിൽ കുമാറിൻ്റെ പോണ്ടിച്ചേരിയിലെ മറ്റൊരു പേര് എന്ന് പറയുന്നത് വിഷ്ണു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിഷ്ണു എന്ന പേരിലാണ് ആധാർ കാർഡ് എടുത്തത്. പിന്നീട് ഇവരിവിടെ അവിടെ ഒരു ഇൻറ്റീരിയർ കമ്പനി നടത്തുകയാണ് എന്ന് മനസ്സിലായി. ഇൻറ്റീരിയർ സ്ഥാപനം നടത്തി അവിടെ 2 പേരും ഒരുമിച്ച് ജോലി ചെയ്തു. അവിടെ തന്നെ 2 അധ്യാപകരെ ഇവർ വിവാഹം കഴിച്ചു. അവിടെ അങ്ങനെ ഒരു കുടുംബജീവിതം ഇവർ നയിക്കുകയാണ്. ഇവർക്ക് അവിടെ കുട്ടികളും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെ ഈ കണ്ണൂരുമായിട്ടോ അല്ലെങ്കിൽ ഈ അഞ്ചലുമായിട്ടോ ഇവർക്ക് 2 പേർക്കും ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ജീവിതമാണ് അവർ അവിടെ നയിച്ചത്.